Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമാണ്. അതില് ശ്രീല പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു സാക്ഷാത്കാരങ്ങള് അദ്ദേഹം ആയിട്ടുള്ള സാക്ഷാത്കാരങ്ങള് വർണ്ണിക്കുന്നുണ്ട്. അതിൽ വോളിയം 1 ഗൗരിദാസ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി അദ്ദേഹത്തിന് കിട്ടിയൊരു അനുഭവം പറയുകയാണ്. അദ്ദേഹം വൃന്ദാവനത്തിൽ വെച്ച് ശ്രീല പ്രഭുപാദിനോടൊപ്പമായിരുന്നു. ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെ പ്രഭുപാദ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പ്രഭുപാദ് തന്റെ അന്ത്യകാലത്തിൽ താമസിച്ചിരുന്നത്. അപ്പം അവിടെ നമ്മൾ ആ ഹൗസിൽ കയറി അതിന്റെ ബാക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഗാർഡനും ചെറിയൊരു ഫൗണ്ടനും ഒക്കെ ഉണ്ട്. പ്രഭുപാദ് അവിടെ എപ്പോഴും ഇരിക്കാറുണ്ട്. അപ്പം അന്ന് തമാൽ കൃഷ്ണ മഹാരാജ് ആയിരുന്നു പ്രഭുപാദിന്റെ പേഴ്സണൽ സെർവന്റ്, സെക്രട്ടറി ഒക്കെ. അപ്പോൾ ഒരു വട്ടം ഗൗരിദാസ് പണ്ഡിറ്റ് പ്രഭുപാദിനോടൊപ്പം ഇരുന്ന് പ്രഭുപാദിന് ചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തമാൽ കൃഷ്ണ മഹാരാജ് പെട്ടെന്ന് അവിടുന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് പോയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു താക്കോൽ കൂട്ടം തറയിലേക്ക് വീണു. പ്രഭുപാദ് അത് കണ്ടു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അങ്ങ് മുന്നോട്ട് പോയി. പ്രഭുപാദ് പോയി കഴിഞ്ഞതിന് ശേഷം ഗൗരിദാസ് പണ്ഡിറ്റിനോട് പറഞ്ഞു ആ താക്കോൽ കൂട്ടം ഇങ്ങ് എടുത്തു തരാനായിട്ട് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് അത് എടുത്തിട്ട് തന്റെ സേഫായിട്ട് തന്റെ കസ്റ്റഡിയിലേക്ക് വെച്ചു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഗൗരിദാസ് പണ്ഡിറ്റിനോട് പറഞ്ഞു തമാൽ കൃഷ്ണനെ ഇങ്ങ് വിളിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം ഗൗരിദാസ് പണ്ഡിറ്റ് ചെന്നിട്ട് തമാൽ കൃഷ്ണ മഹാരാജനെ വിളിച്ചിട്ട് വന്നു. അപ്പം തമാൽ കൃഷ്ണ മഹാരാജനോട് പ്രഭുപാദ് പറഞ്ഞു, എന്റെ സഫയർ റിങ്, ഒരു രത്നം പതിപ്പിച്ച റിങ് ഉണ്ട്, അത് സേഫിൽ നിന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എടുത്തു വരാം എന്ന് പറഞ്ഞിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് പോയി അദ്ദേഹം നോക്കുമ്പോഴാണ് താക്കോല് കാണുന്നില്ല. അദ്ദേഹം അവിടെ ഇവിടെ എല്ലാം വച്ചു. അപ്പം അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരിദാസ് പണ്ഡിറ്റ് തിരിച്ചു വന്നപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു വിളിക്കാനായിട്ട് പറഞ്ഞു, ഒന്നും കൂടെ വിളിക്കാൻ പറഞ്ഞു. പോയിട്ട് തമാൽ കൃഷ്ണ മഹാരാജിനെ വീണ്ടും വിളിച്ചു. അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് ഗൗരിദാസ് പണ്ഡിറ്റിനോട് നീ താക്കോൽ എവിടെയെങ്കിലും കണ്ടായിരുന്നോ, എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഗൗരിദാസ് പണ്ഡിറ്റിന് ആകെ ഒരു കൺഫ്യൂഷനായി. പ്രഭുപാദ് അദ്ദേഹത്തിനെ ടീച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ തമാൽ കൃഷ്ണ മഹാരാജ് ഒരു സന്യാസിയാണ്. ഒരു സന്യാസിയോട് നമ്മൾ എങ്ങനെ കള്ളം പറയും? അപ്പം ഒന്നും മിണ്ടിയില്ല, ജസ്റ്റ് ഇങ്ങനെ കൈപൊക്കി, അറിയില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെ അപ്പോഴത്തേന് ഗൗരിദാസ് പണ്ഡിറ്റിനോട് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു, നീ എന്റെ കൂടെ ഈ താക്കോല് തപ്പാനായിട്ട് നിൽക്ക്, നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ഗൗരിദാസ് പണ്ഡിറ്റ് പറഞ്ഞു, എനിക്കങ്ങനെ നോക്കാൻ സമയമില്ല, പ്രഭുപാദ് ഒറ്റയ്ക്കാണ് ഗാർഡനിൽ ഇരിക്കുന്നത്, ഞാൻ തിരിച്ചു പോകണം എന്ന് ഗൗരിദാസ് പണ്ഡിറ്റ് പറഞ്ഞു. അപ്പം അങ്ങനെ തിരിച്ചു വന്ന് അങ്ങോട്ട് വരാനും കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഗൗരിദാസ് പണ്ഡിറ്റും തമാൽ കൃഷ്ണ മഹാരാജും രണ്ടാമത്തെ വട്ടവും വന്നു അവിടെ. അപ്പൊ പ്രഭുപാദ് ചോദിച്ചു, എവിടെ സഫയർ റിങ്, എനിക്ക് കിട്ടിയില്ലല്ലോ, ഇത്ര താമസം എന്താ ഇങ്ങനെ ചോദിച്ചു. പിന്നെ പ്രഭുപാദിന്റെ അടുത്ത് തമാൽ കൃഷ്ണ പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരാൻ പ്രഭുപാദ് എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വന്ന് വീണ്ടും ഇങ്ങനെ കുറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂന്നാമതും പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജനെ വിളിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഗൗരിദാസ് പണ്ഡിറ്റ് പറഞ്ഞു തമാൽ കൃഷ്ണ മഹാരാജ് പെട്ടെന്ന് വരും, പ്രഭുപാദ് ആവശ്യമുണ്ട്. അപ്പൊ ആകെ ഒരു ടെൻഷനായിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് പ്രഭുപാദിന്റെ അടുത്തെത്തി. പ്രഭുപാദ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ എനിക്ക് കിട്ടും, ഞാനിപ്പോ തപ്പിയെടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് കയ്യിലിരിക്കുന്ന താക്കോൽ ഇങ്ങനെ കുലുക്കി കാണിച്ചു. എന്നിട്ട് പ്രഭുപാദ് പറയാണ്, നീ എന്ത് മണ്ടനാണ്, നീ ഈ താക്കോൽ ഇങ്ങനെ തറയിലിട്ട് പോയി കഴിഞ്ഞാല് കള്ളന്മാർക്കൊരു അവസരമല്ലേ അത് യൂസ് ചെയ്യാനായിട്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ തമാൽ കൃഷ്ണ മഹാരാജന് അത് മനസ്സിലായി.
എന്നിട്ട് താക്കോല് തിരികെ കൊടുക്കുകയും ചെയ്തു. അപ്പം ഗൗരിദാസ് പണ്ഡിറ്റ് അതിനകത്ത് ഒരു ഇത് പ്രഭുപാദിന്റെ ഒരു ഇത് പറയുന്നത്, ഒരു ആചാര്യൻ നമ്മളെ വഴക്ക് അത് ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞ് ചിരിക്കുകയും ചെയ്തു. പ്രഭുപാദ് ചിരിക്കുകയും ചെയ്തു. ഈ വഴക്ക് പറഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ചിരിക്കുകയും ചെയ്തു. അപ്പം പ്രഭുപാദ് ഒരു ആചാര്യൻ വഴക്ക് പറയുന്നത് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്, നമ്മളോടുള്ള വ്യക്തിവിരോധം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ല. മാത്രമല്ല, അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയെ വഴക്ക് പറയണമെങ്കിൽ അദ്ദേഹം ശരിയായ രീതിയിൽ ആ വഴക്ക് ഉൾക്കൊള്ളും, അത് ശരിക്കും അത് ആ പാഠമായിട്ട് ഉൾക്കൊള്ളും എന്നുണ്ടെങ്കിലേ അത് പറയത്തുള്ളൂ എന്നും ഗൗരിദാസ് പണ്ഡിറ്റ് പറഞ്ഞു. അപ്പം ഒരു ആചാര്യൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അവജ്ഞ കൊണ്ടോ അല്ല വഴക്ക് പറയുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ നന്മ ശരിയായിട്ട് സ്വീകരിക്കുമെങ്കിൽ മാത്രമേ അദ്ദേഹം വഴക്കും പറയുള്ളൂ. കാരണം അവർക്ക് വ്യക്തിപരമായ ഒരു താല്പര്യമില്ല, നമ്മുടെ നന്മ മാത്രമാണ് അവരുടെ താല്പര്യം. ഈ ഒരു മനോഭാവം ശ്രീല പ്രഭുപാദിൽ കണ്ടതായിട്ട് ഗൗരിദാസ് പണ്ഡിറ്റ് തന്റെ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു.